എപ്പോഴും മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ പലരും ചോദിക്കുന്നതാണ്, സംസാരിക്കാത്ത കുട്ടികളല്ല ഓട്ടിസം ആണോ, അല്ലെങ്കിൽ ഓട്ടിസവും സ്പീച്ച് ഡിലേയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവരെ എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നത്? സംസാരിക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത്. അത് എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ ആവാം, റിസെപ്റ്റീവ് ലാംഗ്വേജ് ഡിലേ ആവാം. ഉദാഹരണത്തിന് 2 വയസ്സുള്ളൊരു കുഞ്ഞ് 50 വാക്കുകളെങ്കിലും പറയണമെന്നാണ്. ഈ 50 വാക്ക് പറയുന്നതിന് പകരം 25 വാക്കുകളെ പറയുന്നുള്ളെങ്കിൽ 1.5 വയസ്സിൻ്റെ എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ് കുഞ്ഞിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. 2-3 വാക്കുകളുള്ള വാചകങ്ങൾ കുഞ്ഞിന് കോംപ്രിഹെൻഡ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ്റും. അതിനെയാണ് നമ്മൾ റിസെപ്റ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എക്സ്പ്രസീവ് ലാംഗ്വേജിലോ റിസെപ്റ്റീവ് ലാംഗ്വേജിലോ ഡിലേ കാണുന്നതിനെ മാത്രമാണ് നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് പറയുന്നത്. സംസാരിക്കാൻ മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. നേരെ മറിച്ച് ഓട്ടിസം അങ്ങനെയല്ല. സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുന്നതോടൊപ്പം അവർക്ക് സോഷ്യൽ കമ്മ്യൂണിക്കേഷനും ബുദ്ധിമുട്ടാണ്. ആംഗ്യഭാഷ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടോ ഒന്നും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരല്ല. കുഞ്ഞിനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നെയിം കോൾ റെസ്പോൺസ് കുറവായിരിക്കും. നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ സാമൂഹികമായിട്ട് നമ്മളോട് നോക്കുന്നത് പോലെ പോലും കുഞ്ഞ് പെരുമാറാറില്ല. അവൻ്റെ ലോകത്ത് തന്നെയായിരിക്കും. അവർക്കൊന്നിൽ കൈ ഫ്ലാപ്പ് ചെയ്യുക, അല്ലെ വിരൽ നോക്കുക, അല്ലെ കണ്ണ് സൈഡിലേക്ക് പോവുക, അല്ലെ കളിപ്പാട്ടങ്ങൾ അടുക്കി വെക്കുക. അവർക്ക് സങ്കല്പവും ഇമാജിനേഷനും ഉപയോഗിച്ച് കളിക്കാനുള്ള കഴിവും ഈ കുഞ്ഞുങ്ങൾക്ക് കുറവാണ്. അപ്പം ഓട്ടിസം എന്ന് പറയുന്നത് സംസാരിക്കാനുള്ളൊരു ഡിലേ മാത്രമല്ല, അതോടൊപ്പം തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സാമൂഹികമായിട്ട് ബന്ധങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ സാമൂഹികമായിട്ടുള്ള പെരുമാറ്റങ്ങളും റെപ്പറ്റീറ്റീവ് ബിഹേവിയേഴ്സും സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് വളരെയേറെ കാണാറുണ്ട്.